എനിക്ക് ഗംഗയെ എന്റെ അമ്മയെ പോലെ തന്നെയാ. ചിലപ്പോഴൊക്കെ എന്റെ അമ്മ മിണ്ടുന്ന പോലെയാ ഗംഗയും മിണ്ടുന്നത്. ഞാൻ എന്റെ മാളുവിന്റെ അമ്മ തന്നെയാ. ഞാൻ ചോദിച്ചത് മാളുവിന് വിഷമമായെങ്കില് സോറി. ഇല്ല, അമ്മയുടെ കാര്യം ഓർത്താൽ എനിക്ക് സങ്കടം വരും. സാരില്ല, മോളുടെ അമ്മ മോളുടെ കൂടെ തന്നെ ഉണ്ട്. മോള് വാ. മോള് ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. മോള് ഇറങ്ങിക്കോ. ഗൗരി ചേച്ചിക്ക് ശരിക്കും എന്താ പറ്റിയത് മഹേട്ടാ? എനിക്ക് എന്റെ അമ്മ ഒത്തിരി ഇഷ്ടമായിരുന്നു. ചിലപ്പോഴൊക്കെ എന്റെ അമ്മ മിണ്ടുന്ന പോലെയാ ഗംഗയും മിണ്ടുന്നത്. സീമേച്ചി, എന്താ ഗംഗേ? സീമേച്ചി ചായ ഇട്ടായിരുന്നോ? മഹേട്ടിന് ചായ കൊടുക്കാൻ സമയായി. അയ്യോ, ഞാനിത് മറന്നു. ദേ ഇപ്പൊ ഇട്ടുതരാം. അയ്യോ വേണ്ട, സാരില്ല, ഞാൻ ഇട്ടോളാം. ചേച്ചിയുടെ ജോലി നടക്കട്ടെ. എങ്കിൽ പിന്നെ ഗംഗ തന്നെ ഇട്ടോ. ദാ പാൽ ആ പാത്രത്തിൽ ഇരിപ്പുണ്ട്. ആ സീമേച്ചി ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായില്ലേ? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ജോലി ചെയ്യുമ്പോ ഞാൻ അടുക്കള പണിക്ക് നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നലേ ഇല്ല. ആ രീതിയിൽ ആരും എന്നോട് പെരുമാറിയിട്ടുമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നീ എന്തിനാ ഗംഗ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാലോ. അത് പിന്നെ സീമേച്ചിക്ക് ഗൗരി ചേച്ചി ഓർമ്മയുണ്ടോ? ഹോ, ആ പേര് കേൾക്കുമ്പോ ഇപ്പോഴും മനസ്സിലൊരു നീറ്റില്ല. അത്രയ്ക്ക് പാവമായിരുന്നു ആ ചേച്ചി. എനിക്ക് തോന്നുന്നത് ആരുടെയൊക്കെ കണ്ണു പെട്ടതാന്ന്. അത്രയ്ക്ക് സന്തോഷമുള്ള ജീവിതമായിരുന്നു മഹിസാറിന്റെയും ഗൗരി ചേച്ചിയുടെയും. ആര് കണ്ടാലും കൊതിക്കുന്ന ജീവിതം. എന്തു പറയാനാ, ഈശ്വരൻ ആ പാവത്തിന് അത്ര ആയുസ്സേ കൊടുത്തോളൂ. മഹിയേട്ടൻ ഗൗരി ചേച്ചിയോട് അങ്ങനെ ചെയ്യുമെന്ന് സീമേച്ചി വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. സാറിന് ജീവനായിരുന്നു ആ ചേച്ചി. തിരിച്ചു അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. നിനക്കറിയോ ഗംഗെ, മഹിസാർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഏത് സമയവും ചിരിയും കളിയും വർത്തമാനവും ഒക്കെ ആയിട്ട് എന്ത് രസമായിരുന്നു ഇവിടെ. പക്ഷെ എല്ലാം പെട്ടെന്ന് അവസാനിച്ചില്ലേ? സത്യത്തില് ഗൗരി ചേച്ചിക്ക് എന്താ പറ്റിയതെന്ന് സീമേച്ചിക്ക് അറിയോ? അറിയില്ല. തീയിൽപ്പെട്ടാ മരിച്ചത്. സ്വയം ജീവനെടുത്തതാണോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോന്ന് ഒന്നും അറിയില്ല. മഹിയേട്ടന് ആളുകൾ സംശയിക്കാൻ എന്തായിരുന്നു കാരണം? ആ, അതൊന്നും എനിക്കറിയില്ല. മഹിസാറിന്റെ ഭാഗത്ത് സത്യമുള്ളത് കൊണ്ടല്ലേ ആ പാവത്തിനെ കോടതി വെറുതെ വിട്ടത്. പാവം മാളു. ഒരമ്മയുടെ സ്നേഹം ആ കുഞ്ഞിന് നഷ്ടമായില്ലേ? മഹിസാറ് ശ്രേയ മേഡത്തെ കല്യാണം കഴിച്ചാലും മാളുവിന് അവളുടെ അമ്മയെ തിരിച്ചു കിട്ടില്ലല്ലോ. അല്ല, നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചോദിച്ചത്? ഒന്നുമില്ല, മഹിയേട്ടനെ കുറിച്ച് അങ്ങനെയൊക്കെ കേട്ടപ്പോ എന്താ അതിന്റെ സത്യം എന്നറിയണമെന്ന് തോന്നി. ഈ വീട്ടിൽ എനിക്ക് ധൈര്യമായിട്ട് ഇതൊക്കെ ചോദിക്കാൻ സീമേച്ചയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചോദിച്ചതാ.
മഹേട്ടന് ഗൗരി ചേച്ചിയെന്നല്ല ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാ. അതെ, അത് ശരിയാ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ആർക്കറിയാം. എന്തായാലും സത്യങ്ങൾ എന്തെങ്കിലും പുറത്തു വരും. അന്ന് മഹിസാറിന്റെ മേൽ അറിയാതെ ഏറ്റ ഈ ചീത്തപ്പേര് മാറിക്കിട്ടും. അതെ, ചെയ്യാത്ത തെറ്റിന്റെ പേരില് മഹേട്ടന് ഒരിക്കലും പഴി കേൾക്കാൻ പാടില്ല. അങ്ങനെയൊന്നും ഇല്ല ഗംഗേ. മഹിസാറിനെ അറിയാവുന്ന ആരും അത് വിശ്വസിക്കുകയില്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോഴേ ഈശ്വരൻ ഒരു ആയുസ് തീരുമാനിക്കുമല്ലോ. ആ പാവം ചേച്ചിക്ക് അത്ര ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആശ്വസിക്കാം. അതെ, ശ്രീ മഹേശ്വരൻ അറിയാതെ ഒരു പുല്ല് പോലും ഈ ഭൂമിയിൽ അനങ്ങില്ലല്ലോ. ആ, ഞാൻ ചായ കൊണ്ട് മഹേട്ടന് കൊടുത്തിട്ട് വരാം. മഹേട്ടാ, ചായ. ചായ. മഹേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? അതിന് നീ എന്താ ചെയ്തത്? അല്ല, ഞാൻ വിചാരിച്ചു. അങ്ങനൊന്നും ഓർക്കണ്ട. എനിക്ക് നിന്നോട് ദേഷ്യം കാണിക്കാനോ പിണങ്ങാനോ ഒന്നും സാധിക്കില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? കുറവുണ്ട് മഹേട്ടാ. ഗംഗയ്ക്ക് ഇന്നലെ വിഷമായോ? ഞാൻ നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല മിണ്ടാതെ പോയത്. എനിക്ക് വിഷമായി. അത് പക്ഷേ മഹേട്ടനോട് മിണ്ടാതെ പോകുന്നതിനല്ല, മറിച്ച് ഞാൻ മഹേട്ടനെ വേദനിപ്പിച്ചല്ലോ എന്നോർത്താ എനിക്ക് സങ്കടം തോന്നിയത്. നീ എന്നെ വിഷമിപ്പിക്കുക മാത്രമല്ല, എന്റെ ഉറക്കവും അവളോടുള്ള എന്റെ സ്നേഹം എന്റെ അവസാന ശ്വാസം വരെ ഉണ്ടാവും. മഹേട്ടൻ വിഷമിക്കാതെ. ഈ വിഷമം ഞാൻ പറഞ്ഞില്ലേ ഗംഗ, അതെന്നെ വിട്ട് പോവില്ല. ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നിനക്ക് മനസ്സിലാവില്ല. നിനക്കെന്നല്ല, ഒരുപക്ഷെ ഗൗരിക്ക് പോലും അത് അറിയുമായിരിക്കില്ല. അറിയായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും എന്നെ വിട്ട് പോവില്ലായിരുന്നു. വിഷമിക്കല്ലേ മഹേട്ടാ. മഹേട്ടന്റെ കണ്ണ് നിറയുന്നത് കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. ഈ കണ്ണുനീര് എന്റെ ഗൗരിയോടുള്ള എന്റെ സ്നേഹം. ഒരുപക്ഷെ എന്റെ മാളും ഒപ്പില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനും ഈ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നില്ല. എന്തൊക്കെയാ മഹേട്ട ഈ പറയുന്നത്? സത്യം, സത്യം ഗംഗ ഞാൻ പറയുന്നത്. ഒരു ചെറിയ വഴക്ക് അല്ല, ഒരു സൗന്ദര്യപ്പിണക്കം, അത്ര മാത്രമേ ഞാനതിനെ കരുതിയുള്ളൂ. ഞാനൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചാൽ, ഒരു സോറി പറഞ്ഞാൽ അലിഞ്ഞില്ലാതാവുന്ന ചെറിയൊരു പിണക്കം. അപ്പോഴത്തെ വാശിയിൽ ഞാനും എന്തൊക്കെയോ പറഞ്ഞു. അവളെ എനിക്ക് കാണണ്ടെന്ന് പോലും പറഞ്ഞു. പക്ഷേ അതവൾക്ക് അത്രമാത്രം വേദനിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആ ഒരു തെറ്റിന്റെ പേരിൽ എന്നെ തീരാവേദനയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് എന്റെ ഗൗരി എന്നെ വിട്ടിട്ട് പോകുന്നു ഞാൻ കരുതി.
മഹേട്ടൻ വിഷമിക്കാതെ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഗൗരി ചേച്ചിക്ക് അത്രയും ആയുസേ ഉണ്ടായിരുന്നുള്ളൂ എന്നോർത്ത് സമാധാനിക്കാം. ആ, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിനെ കബളിപ്പിച്ച ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ മാളുവിന് വേണ്ടി എനിക്ക് ജീവിച്ചല്ലേ മതിയാവൂ. അതെ, മാളുവിന് മഹേട്ടൻ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും നഷ്ടമായാലുണ്ടാവുന്ന വേദന ജീവിക്കണം. പിന്നെ ഗൗരി ചേച്ചിയുടെ ആത്മാവും ആഗ്രഹിക്കുന്നത് അതാവും. എന്നാലും ഗംഗെ, ഒരു വാക്കിന്റെ പേരിൽ എന്നെയും കുഞ്ഞിനെ തനിച്ചാക്കാൻ അവൾക്ക് എങ്ങനെ സാധിച്ചു? ഒരു നിമിഷം കൊണ്ട് മറന്നു കളയാവുന്ന സ്നേഹമല്ല. 100 ജന്മം ഓർത്തു വെക്കാനുള്ള അത്രയും സ്നേഹിച്ച ഭാര്യ ഭർത്താക്കന്മാരാണ് ഞങ്ങള്. എന്നിട്ടും ഇനിയും മഹേട്ടൻ ഇത് ഓർത്ത് വിഷമിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞാൻ കാരണമാണ് ഇപ്പൊ ഈ ഓർമ്മകൾ മഹേട്ടന്റെ ഉള്ളിലേക്ക് വീണ്ടും വന്നത്. അല്ല ഗംഗെ, നീ അങ്ങനെ കരുതണ്ട. എന്റെ ജീവിതത്തിൽ എന്റെ ഗൗരിയെ മറന്ന ഒരു സെക്കൻഡ് പോലുമില്ല. അതുണ്ടാവുകയില്ല. പിന്നെ എന്റെ ആ ചോദ്യം, അത് മറക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും എന്നെ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ആ, അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ചെല്ല, എനിക്കൊരു സങ്കടവുമില്ല. ശരി മഹേ. നിൽക്ക്. എന്താ ആന്റി? നീ മഹിയോട് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. അത് ആന്റി, ഞാൻ കൂടുതൽ ന്യായീകരണമൊന്നും വേണ്ട. ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനം തരുന്നുണ്ടെന്ന് കരുതി നീ നിലമറക്കരുത്. ഒരുപാട് വിഷമങ്ങളെയും വേദനകളെയും അതിജീവിച്ച ആളാ മഹി. ആ തളർച്ചയിൽ നിന്ന് അവനെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലേക്ക് ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങൾ കൊണ്ടുവന്നത്. അങ്ങനെയുള്ളപ്പോ അവന് വിഷമമാകുന്നതൊന്നും ആരും മഹിയോട് സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഗൗരി ചേച്ചിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് അറിയാതെ ചോദിച്ചു പോയതാ. കഴിഞ്ഞു പോയതൊക്കെ കുത്തിപ്പൊക്കി അന്വേഷണം നടത്താൻ നീ ആരാ? പോലീസോ? നിന്റെ ആകാംക്ഷ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. അർഹിക്കാത്ത സ്ഥാനം കയ്യിൽ വന്നതിന്റെ അഹങ്കാര നീ കാണിക്കുന്നത്. അടുക്കളയിൽ നിർത്തേണ്ടവർക്ക് വേണ്ടതിൽ കൂടുതൽ പ്രാധാന്യം കിട്ടിയപ്പോ വീട്ടുകാരിയായി എന്നൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് വേണ്ട. അല്ല ആന്റി, ഗൗരി ചേച്ചിയെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. അപ്പോ അറിയാതെ ചോദിച്ചു പോയതാ. ഗൗരി എന്ന അധ്യായം അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോ മഹിയും ആളുവും പോലും ഗൗരിയെ മറന്നു തുടങ്ങി. മഹി ഇപ്പോ പുതിയൊരു ജീവിതത്തിന് തയ്യാറെടുക്കുക. ആ സമയത്ത് പഴയതെല്ലാം വീണ്ടും കുത്തിപ്പൊക്കാൻ നീ ശ്രമിച്ച പിന്നെ ഗൗരിക്ക് എന്ത് സംഭവിച്ചാലും നിനക്കെന്താ കുഴപ്പം? അതോ അതന്വേഷിക്കാൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ?
മുഖത്ത് നോക്ക്. കാര്യം പറയുമ്പോ തല കുനിച്ച് നിന്ന് കണ്ണീര് പൊഴിച്ചാലേ നീ വലിയ പാവമാണെന്ന് തെറ്റിദ്ധരിക്കുമെന്ന് കരുതണ്ട. നീ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ അല്ല ശ്രേയ ഹൈമാവതിയും നിന്നെ കുറിച്ച് പറയുന്നത്. നീ ഇവിടെ വന്നതിൽ പിന്നെ പല പല പ്രശ്നങ്ങളായി. ഒന്നും അറിയാത്ത പാവം മാളുവിന് വരുതിയിലാക്കി നീ ഇവിടെ പലതും ചെയ്തു. അതൊക്കെ പോരാഞ്ഞിട്ടാണോ പുതിയ അന്വേഷണം? ഞാനതിന് മഹേട്ടനോട് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അതെ, നീ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് അവൻ ഉറക്കം നഷ്ടമായി എന്ന് പറഞ്ഞത് നീ കേട്ടായിരുന്നോ? അപ്പോ അതാണോ നീ ആഗ്രഹിക്കുന്നത്? ഏത് സമയവും മഹിയേട്ടിന്റെ മാളുവിന്റെ നന്മ നന്മ എന്ന് പറഞ്ഞ് നടക്കുന്നത് ഇതിനു വേണ്ടിയാണോ? അയ്യോ ആന്റി, ആന്റിനെ തെറ്റിദ്ധരിച്ചിരിക്കാം. ഒരു തെറ്റിദ്ധാരണയില്ല. നിന്നെ കുറിച്ച് എനിക്ക് ശരിയായ ധാരണകൾ മാത്രമേ ഉള്ളൂ. നിന്റെ ലക്ഷ്യം മറ്റു പലതുമാണെന്ന് പലരും പറഞ്ഞിട്ടും ഞാനത് വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ എനിക്കത് ഉറപ്പായി. ഈ കുടുംബത്തിന്റെ സമാധാനം കളയാനാ നീ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയാ നാടകം കളിച്ച് നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ശ്രീ മഹേശ്വരനാണ് സത്യം. ഞാൻ എന്റെ മഹേട്ടന്റെയും മാളുവിന്റെയും നന്മ മാത്രമേ ഓർത്തിട്ടുള്ളൂ. അതിനുവേണ്ടി മാത്രം ഞാനിവിടെ നിൽക്കുന്നത്. അവരുടെ മനസ്സമാധാനം കളഞ്ഞ് ഉറക്കം കെടുത്തുന്നതാണോ നന്മ? ആ നന്മേ ഈ വീട്ടിൽ വേണ്ട. ഒന്നോർത്തോ, ഇനി മേലാൽ നീ ഗൗരിയെ കുറിച്ച് എന്തെങ്കിലും ആരോടെങ്കിലും ചോദിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെ സ്ഥാനം ഈ വീടിന്റെ പടിക്ക് പുറത്തായിരിക്കും. ഞാനായിട്ട് ഇനിയൊന്നും ചോദിക്കില്ല. അതാ നിനക്ക് നല്ലത്. സ്വന്തം കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി നിന്നാ മര്യാദയ്ക്ക് നാലാള് കണ്ട മോശം പറയാത്ത രീതിയിൽ നിന്റെ വിവാഹം നടത്തി നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കും. അല്ലെങ്കിൽ ആട്ടിയിറക്കും ഞാൻ. ഈ ദേവയാനിയുടെ നല്ല മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. നിന്നെ പോലുള്ളവരെ നിലയ്ക്ക് നിർത്താൻ കഴിവുള്ള മറ്റൊരു ദേവയാനി കൂടി എന്റെ ഉള്ളിലുണ്ട്. അത് നീ മറക്കണ്ട. മാളു, ദേ പാല് കുടിക്ക്, എന്നിട്ട് ബാക്കി പഠിക്കാം. ഗംഗേ, എനിക്ക് സ്കൂളിലൊരു പ്രസംഗ മത്സരമുണ്ട്. ആഹാ, അത് കൊള്ളാലോ. എന്തിനെ കുറിച്ചാ എന്റെ മാളിക്കുട്ടി പ്രസംഗിക്കാൻ പോകുന്നത്? മദേഴ്സ് ഡേ കുറിച്ചാ. എനിക്ക് ഗംഗ ഒരെണ്ണം പഠിപ്പിച്ചു തരാവോ? മദേഴ്സ് ഡേ എന്ന് പറയുമ്പോ അമ്മയെ കുറിച്ചല്ലേ നമ്മൾ പറയേണ്ടത്? അതെ. അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ പ്രസംഗം ഇംഗ്ലീഷിലാ പറയണ്ടേ. അയ്യോ, ഇംഗ്ലീഷോ? ഇംഗ്ലീഷ് എനിക്ക് അറിയില്ലല്ലോ മാളു. പിന്നെ എങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ പഠിപ്പിക്കും? മഴയത്ത് പോലും സ്കൂളിന്റെ വരാന്തയിൽ കയറി നിൽക്കാത്ത ഇവളെങ്ങനെയാ മോളെ നിനക്ക് ഇംഗ്ലീഷിൽ പ്രസംഗം പഠിപ്പിക്കുന്നേ? വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരുടെ കൂടെ കൂട്ടുകൂടി നടന്നാലേ മാളും അങ്ങനെ തന്നെ ആയി പോവും. അതുകൊണ്ട് ഗംഗയുടെ അടുത്ത് വലിയ കമ്പനിക്കൊന്നും പോകാത്തതാ നിന്റെ ഭാവിക്ക് നല്ലത്. ഞാൻ ആരോട് മിണ്ടണം മിണ്ടണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ശ്രേയ അതിൽ ഇടപെടണ്ട. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഗംഗയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് ശ്രേയ ഗംഗയെ കളിയാക്കുവാ അച്ഛാ. അതിനിവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ ഗംഗയ്ക്ക് ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യം? എനിക്ക് സ്കൂളിൽ ഒരു പ്രസംഗം പറയണം. അതിന്റെ കാര്യം ഞാൻ ഗംഗയോട് സംസാരിച്ചതാ. അപ്പോ എനിക്ക് ഇംഗ്ലീഷിൽ പ്രസംഗം പറഞ്ഞു തരാൻ ഗംഗയ്ക്ക് അറിയാത്തതിനാ ശ്രേയ കളിയാക്കിയത്. എന്താ ശ്രേയ ഇത്?
ഓരോരുത്തരും വളരുന്നത് ഓരോരോ ചുറ്റുപാടുകളിലല്ലേ. ഗംഗ വളർന്ന സിറ്റുവേഷനിൽ ഗംഗയ്ക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊന്നും പോയി പഠിക്കാൻ പറ്റിയിട്ടില്ല. അതിനവളെ കളിയാക്കിയത് ശരിയാണോ? മഹേട്ട, ഞാൻ അല്ലെങ്കിൽ തന്നെ ഗംഗയെ കളിയാക്കാനുള്ള എന്ത് യോഗ്യതയാ ശ്രേയക്കുള്ളത്? ഗംഗയ്ക്കുള്ള പല കഴിവുകളും ശ്രേയക്കുണ്ടോ? അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കാതെ സംസാരിക്കാനെങ്കിലും അറിയൂ.